Good afternoon. We are continuing with the dissimilarities between public finance and private finance. So we have so far discussed 5 dissimilarities. Already we have discussed, in the beginning we have discussed the similarities between public finance and private finance. And we have already discussed 5 dissimilarities also. Now we are going to continue with the dissimilarities between private finance and public finance. So now the dissimilarities number 6. What are the differences between public finance and private finance with regard to the motives of expenditure, with regard to their motives behind expenditure. So motives means aim. In the case of motives of public expenditure, motives regarding expenditure also, the public finance, private individual as well as the state will differ. That is with regard to motives of expenditure. എന്തുമായി ബന്ധപ്പെട്ടാണ് എക്സ്പെൻഡിച്ചറിൻ്റെ ലക്ഷ്യങ്ങൾ, പണം ചെലവിടുന്നതിൻ്റെ പണം ചെലവിടുന്നതിൻ്റെ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഒബ്ജക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിൽ ദർ ഈസ് ഡിഫറൻസസ് ബിറ്റ്വീൻ പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ്. അതായത് usually the individual's business operations or individual's expenditure is guided by business operations are guided by profit motive. ഇൻഡിവിജ്വൽസിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾവേസ് ഗൈഡഡ് ബൈ പ്രോഫിറ്റ് മോട്ടീവ്. ദ മെയിൻ മോട്ടീവ് ബിഹൈൻഡ് or main aim behind private individuals expenditure is profit motive, whereas state's expenditure is guided by welfare motive. But the state's expenditure is aiming at welfare of the public. The government aims at improving the welfare of the public. The expenditure, each and every rupee spent by the government is aimed at improving the welfare of the people. That is the differences with regard to motives of expenditure. That is, the government aims at improving the public welfare, whereas the private individuals' operations aim at improving or increasing their profit motive. അവരുടെ profit വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. That is, their business operations are guided by profit motive. അവരുടെ ബിസിനസ് ലക്ഷ്യങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. That is the 6th similarity. Now we are moving on to the 7th similarity. എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽസും സ്റ്റേറ്റും തമ്മിലുള്ള ഡിസിമിലാരിറ്റീസിൽ നമ്മൾ 7ാമത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഹിയർ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് സ്പെൻഡ് ഹിസ് ഇൻകം ഓൺ വേരിയസ് ഐറ്റംസ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഹിസ് മാർജിനൽ യൂട്ടിലിറ്റീസ് ആർ ഈക്വൽ. ഇപ്പം നമ്മൾ ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി തിയറിയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ ഒരു കമോഡിറ്റിയുടെ മുകളിൽ കൺസ്യൂം ചെയ്യുന്നത് എത്ര വരെയാണ് അയാളുടെ ഓരോ യൂണിറ്റിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റീസൊക്കെ ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് അവർ ഒരു കൺസ്യൂമർ കൺസംഷൻ, ആ തിയറിയിൽ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ദ ഇൻഡിവിജ്വൽ സ്പെൻസ് ഹിസ് മണി ഓർ ഇൻകം ഓൺ വേരിയസ് ഐറ്റംസ് ഇൻ സച്ച് എ മാനർ ആസ് ടു അറ്റെയിൻ ഈക്വൽ മാർജിനൽ യൂട്ടിലിറ്റീസ് ഫ്രം ദം. അതായത് ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ഇൻകം ഓരോ ഐറ്റംസിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ അയാൾക്ക് എന്താണ്, ഏത് രീതിയിലാണ് അയാൾ ഇത് സ്പെൻഡ് ചെയ്യുന്നത്, അയാൾക്ക് ഓരോ കമോഡിറ്റിക്കും സ്പെൻഡ് ചെയ്യുന്ന ഇൻകത്തിൽ നിന്നുള്ള ഈ മാർജിനൽ യൂട്ടിലിറ്റീസ് ഒക്കെ ഈക്വൽ ആവണം. അതൊക്കെ അയാൾക്ക് ഓരോ അഡീഷണൽ റുപ്പീസ് ഓരോ ഐറ്റംസിന് വേണ്ടി അയാൾ സ്പെൻഡ് ചെയ്യുന്ന ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന ഈ മാർജിനൽ യൂട്ടിലിറ്റീസ് എല്ലാം ഈക്വൽ ആകണം എന്നാണ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി തിയറിയിൽ പറയുന്നത്. അങ്ങനെയാണ് കൺസ്യൂമറുടെ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിൻ്റെ സ്പെൻഡിങ് എയിം ചെയ്യുന്നത്. ദാറ്റ് ഈസ് എന്താണ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽ സ്പെൻഡ്സ് ഓൺ വേരിയസ് ഐറ്റംസ് in such a manner as to attain equal marginal utility from all the items. എല്ലാ ഐറ്റംസിൽ നിന്ന് ഈക്വൽ മാർജിനൽ യൂട്ടിലിറ്റി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വരെയാണ്, ആ രീതിയിലാണ് ഒരു കൺസ്യൂമർ, ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അയാളുടെ ഇൻകം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഗവൺമെൻറ് അങ്ങനെ ഈക്വൽ മാർജിനൽ പ്രിൻസിപ്പിളിന് ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. സോ ഇൻഡിവിജ്വൽ ചെയ്യുന്നത് പോലെ ദ ഗവൺമെൻറ് ഡസ് നോട്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദിസ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഈ ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളിന് ഗവൺമെൻറ് ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. അതായത് മോഡേൺ ഗവൺമെൻറ്റ്സ് നമുക്കറിയാം, ദേ ആർ സ്പെൻഡിങ് ഓർ ദേ ആർ മേക്കിംഗ് മെനി ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് വേർ ദേ ഡു നോട്ട് ഗെറ്റ് എനി
advantages. Without any advantage or without any return, the government may make so many expenditures. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഹെൽത്ത്, പബ്ലിക് എഡ്യൂക്കേഷൻ, ഇപ്പോൾ പൊതുവിദ്യാഭ്യാസം നമ്മൾ പറയുന്നു, ഹെൽത്തിന് വേണ്ടി ഗവൺമെൻറ് ചിലവഴിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഗവൺമെൻറ് ഒരു അഡ്വാൻറ്റേജും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടല്ല ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഡു നോട്ട് ഗെറ്റ് എനി ടൈപ്പ് ഓഫ് അഡ്വാൻറ്റേജ് ഫ്രം മെനി ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ്. പലതരത്തിലുള്ള എക്സ്പെൻഡിച്ചറിൽ നിന്ന് ഗവൺമെൻറ്റിന് ഒരു അഡ്വാൻറ്റേജും കിട്ടാറില്ല. എന്നിരുന്നാലും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഈസ് സ്പെൻഡിങ് ഓൺ സച്ച് എക്സ്പെൻഡിച്ചേഴ്സ് വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനി അഡ്വാൻറ്റേജ്. ഒരു അഡ്വാൻറ്റേജും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അപ്പോൾ അവർ എന്താണ്, ദേ ആർ സ്പെൻഡിങ് ദിസ് മണി ടു സാറ്റിസ്ഫൈ സം ഓഫ് ദ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിലെ ചില ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ചിലരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത്. ഹിയർ ഗവൺമെൻറ് ഡു നോട്ട് എക്സ്പെക്റ്റ് എനി അഡ്വാൻറ്റേജ് ഓർ എക്സ്പെക്റ്റ് എനി റിട്ടേൺ. ഒരു റിട്ടേണും പ്രതീക്ഷിക്കാതെയാണ് ചെയ്യുന്നത്. അതേസമയം ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഹീ ഈസ് സ്പെൻഡിങ് ഹിസ് ഇൻകം ഇൻ സച്ച് എ മാനർ ദാറ്റ് ഹിസ് മാർജിനൽ യൂട്ടിലിറ്റീസ് ആർ ഈക്വൽ. അദ്ദേഹത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റീസ് ഈക്വൽ ആകണം, ആ ഒരു രീതിയിലാണ് അയാൾ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു മാർജിനൽ യൂട്ടിലിറ്റി പ്രിൻസിപ്പിളിനെ ഒന്നും ആര് പരിഗണിക്കാറില്ല, ഗവൺമെൻറ് പരിഗണിക്കാറില്ല. ദാറ്റ് ഈസ് അനദർ ഡിസിമിലാരിറ്റി ബിറ്റ്വീൻ പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ്. ഓക്കെ, നെക്സ്റ്റ് ഡിസിമിലാരിറ്റി ഈസ് number 8. Individuals save only a small amount for future and spend more to satisfy the current needs. അപ്പോൾ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ സേവിങ് ഓൺലി എ സ്മോൾ എമൗണ്ട് ഫോർ ഫ്യൂച്ചറിലേക്ക് വളരെ കുറച്ച് എമൗണ്ടേ അവർ സേവ് ചെയ്യുള്ളൂ. ദേ ആർ സ്പെൻഡിങ് മോർ ഓഫ് ദെയർ കറണ്ട് ഇൻകം ടു സാറ്റിസ്ഫൈ ദെയർ കറണ്ട് നീഡ്സ്. അവരുടെ ഇൻകത്തിൻ്റെ കൂടുതൽ ഭാഗവും അവരുടെ കറണ്ട് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ്. അതെന്താണ്, അപ്പം ഈ ഒരിക്കലും എന്താണ് ഒരു മണി ഇൻകം കിട്ടാത്ത ഒരു കാര്യത്തിന് വേണ്ടി അവർ ചിലവഴിക്കാറില്ല. മണി ഇൻകം എന്തെങ്കിലും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാത്തൊരു മാർഗ്ഗത്തിലേക്ക് അവർ സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഗവൺമെൻറ് അങ്ങനെയല്ല. ഇറ്റ് ഹാസ് എ ലോങ് ടേം പെർസ്പെക്റ്റീവ് ഫോർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ്, അല്ല ഒരു ഫ്യൂച്ചറിനെയും കൂടെ കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് അല്ല ഗവൺമെൻറ് നോക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്തിനാണ് എയിം ചെയ്യുന്നത്? ദേ ആർ എയിമിങ് അറ്റ് ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് ഓർ ദേ ആർ നോട്ട് എയിമിങ് അറ്റ് ഫ്യൂച്ചർ. അവർ ഫ്യൂച്ചറിനല്ല നോക്കുന്നത്. ദേ സേവ് ഓൺലി സ്മോൾ എമൗണ്ട് ഫോർ ഫ്യൂച്ചറിലേക്ക് അവർ വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് സേവ് ചെയ്യുന്നത്. ദേ സ്പെൻഡ് മോസ്റ്റ് പാർട്ട് ഓഫ് ദെയർ ഇൻകം ഫോർ കറണ്ട് കൺസംഷൻ. കറണ്ട് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് അവരുടെ കൂടുതൽ ഇൻകം അവർ സ്പെൻഡ് ചെയ്യുന്നത്. സോ ദേ ഡു നോട്ട് സ്പെൻഡ് എനി എമൗണ്ട് ഓൺ ദോസ് ഐറ്റംസ് വിച്ച് ഡു നോട്ട് ഈൽഡ് എനി റിട്ടേൺ കിട്ടാത്ത ഒരു ഐറ്റംസിനും അവർ സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷേ അങ്ങനെയല്ല ഗവൺമെൻറ് കാര്യം. ഇറ്റ് ഹാസ് എ ലോങ് ടേം പെർസ്പെക്റ്റീവ്. അതിനൊരു ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു ഭാവിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗവൺമെൻറ്റിനുള്ളത്. ഇറ്റ് ഡസ് നോട്ട് കെയർ ഫോർ എനി ഇമ്മീഡിയറ്റ് റിസൾട്ട്. എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു ബെനിഫിറ്റ്, ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടേണ്ട ഒരു ബെനിഫിറ്റിനെ കുറിച്ച് ഗവൺമെൻറ് ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. അപ്പം ഗവൺമെൻറ് യൂഷ്വലി സ്പെൻഡ് ഓൺ പ്രൊജക്ട്സ് വിച്ച് ഹാവ് എ ലോങ് ജസ്റ്റേഷൻ പീരീഡ്. അപ്പോൾ സാധാരണ ഒരു വലിയ ജസ്റ്റേഷൻ പീരീഡ്, വലിയ കാലഘട്ടം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ പ്രോജക്റ്റുകളിലായിരിക്കും ഗവൺമെൻറ് പണം ചിലവഴിക്കുക. ഇപ്പം ഗവൺമെൻറ് ഇപ്പോൾ ചിലവഴിക്കുന്ന ഒരു പ്രൊജക്റ്റിനെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ചിലപ്പോൾ ഗവൺമെൻറ് റിട്ടേൺ കിട്ടുക കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. വലിയൊരു ജസ്റ്റേഷൻ പീരീഡിന് ശേഷം റിട്ടേൺ കിട്ടുന്ന ഒരു കാര്യങ്ങൾക്കായിരിക്കും ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ്, ഗവൺമെൻറ് ഒരിക്കലും ക്വിക്ക് റിട്ടേണിനല്ല നോക്കുന്നത്. ഗവൺമെൻറ് ഫ്യൂച്ചറിലെ റിട്ടേണിനെയാണ് പ്രതീക്ഷിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ദ ഗവൺമെൻറ് മേ ഹാവ് ടു സ്പെൻഡ് മണി ഓൺ സം ഏരിയാസ് വിച്ച് ഡു നോട്ട് ഈൽഡ് എനി മണി ഇൻകം അറ്റ് ഓൾ. ഒരു ഇൻകവും കിട്ടാത്ത ചില ഏരിയാസിലേക്കും ഗവൺമെൻറ്റിന് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, നമ്മളിപ്പം സോഷ്യൽ വെൽഫെയർ പെൻഷൻസിന് കൊടുക്കുന്നു. അതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺസ് അങ്ങനെ കിട്ടാത്തതാണ്. അപ്പോൾ അതിനൊക്കെ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു റിട്ടേൺ തിരിച്ച് കിട്ടാത്ത കാര്യങ്ങൾക്ക് പോലും ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഗവൺമെൻറ് എപ്പോഴും ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിനെ എയിം ചെയ്താണ് പ്രവർത്തിക്കുന്നത്. വേറാസ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ദേ ഓൾവേസ് എയിം അറ്റ് ക്വിക്ക് റിട്ടേൺസ്. പെട്ടെന്ന് റിട്ടേൺ കിട്ടുന്ന കാര്യങ്ങൾക്കാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എയിം ചെയ്യുന്നത്. അതാണ് വേറൊരു ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ സ്പെൻഡിങ് പോളിസി ഹാസ് വെരി ലിറ്റിൽ ഇമ്പാക്റ്റ് ഓൺ ദ സൊസൈറ്റി ആസ് എ ഹോൾ. അതായത് ഒരു വ്യക്തിയുടെ സ്പെൻഡിങ് പോളിസി, ഒരു വ്യക്തി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ
അതൊരു സൊസൈറ്റിയെ വല്ലാണ്ട് സ്വാധീനിക്കില്ല. ഒരു സമൂഹത്തിനെ വല്ലാണ്ട് സ്വാധീനിക്കുന്ന ഒന്നല്ല ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്പെൻഡിങ്. പക്ഷേ ഗവൺമെൻറ് സ്പെൻഡിങ് അങ്ങനെയല്ല. ഗവൺമെൻറ് സ്പെൻഡിങ് ക്യാൻ ചേഞ്ച് ദ നേച്ചർ ഓഫ് ദി ഇക്കോണമി ത്രൂ ഇറ്റ്സ് ഫിസ്ക്കൽ പോളിസീസ്. ഗവൺമെൻറ് സ്പെൻഡിങ്ങിലൂടെ ഒരു ഇക്കോണമിയുടെ നേച്ചറിനെ തന്നെ, പ്രകൃതത്തെ തന്നെ മാറ്റാം. അതായത് ഗവൺമെൻറ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഫിസ്ക്കൽ പോളിസി ഈസ് ദ പോളിസി ഓഫ് ദ ഗവൺമെൻറ്. ഫിസ്ക്കൽ പോളിസി, ധനനയം കേട്ടിട്ടുണ്ടാവും. ഫിസ്ക്കൽ പോളിസി ഈസ് ദ പോളിസി ഓഫ് ദ ഗവൺമെൻറ് റിലേറ്റിംഗ് ടു ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡെറ്റ് എറ്റ്സെട്ര. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടും ടാക്സേഷനുമായി ബന്ധപ്പെട്ടും പബ്ലിക് ഡെറ്റ്, പൊതുകടവുമായി ബന്ധപ്പെട്ടുമുള്ള ഗവൺമെൻറ്റിൻ്റെ നയത്തെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഇൻ ദി ഇക്കോണമി. ഇക്കോണമിയിൽ വളരെ വലിയ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതാണ് ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് വിൽ ചേഞ്ച് ദ നേച്ചർ ഓഫ് ദി ഇക്കോണമി. ഇക്കോണമിയുടെ പ്രകൃതത്തെ തന്നെ, നേച്ചറിനെ തന്നെ മാറ്റാൻ അതിന് സാധിക്കും അതിൻ്റെ ഫിസ്ക്കൽ പോളിസിയിലൂടെ, ഗവൺമെൻറ് ഫിസ്ക്കൽ നയങ്ങളിലൂടെ ഗവൺമെൻറ്റിന് ഇക്കോണമിയുടെ നേച്ചറിനെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിലൂടെ. പക്ഷേ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചറിന് it may not have much impact on the economy. That is another dissimilarity. Next dissimilarity is the pattern of expenditure in the case of private finance is influenced by customs, habits, social status, etc. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ ആ ഒരു രീതി എപ്പോഴും അവരുടെ എക്സ്പെൻഡിച്ചറിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് കസ്റ്റംസ്, ആചാരങ്ങൾ, പിന്നെ ഹാബിറ്റ്സ്, സ്വഭാവങ്ങൾ, സോഷ്യൽ സ്റ്റാറ്റസ്, സമൂഹത്തിലെ സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിൻ്റെ എക്സ്പെൻഡിച്ചറിനെ സ്വാധീനിക്കുന്ന ഘടകം. അപ്പോൾ അതായത് എല്ലാവരും, മറ്റുള്ളവരെല്ലാം വാങ്ങിച്ച്, സൊസൈറ്റിയിൽ മറ്റുള്ളവർ കാറ് വാങ്ങിച്ചതുകൊണ്ട് ഞാനും വാങ്ങിച്ചു, അപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്നെ സ്വാധീനിക്കുന്ന ഒന്നായിരിക്കും സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ ആചാരങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻഡിച്ചറിനെ ബാധിക്കും. അതേസമയം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനെ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാധീനിക്കത്തില്ല. കസ്റ്റംസിൻ്റെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നടത്താറില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഹാബിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യാറില്ല. ഗവൺമെൻറ് സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാറില്ല. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എപ്പോഴും ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ ജനറൽ ഇക്കണോമിക് പോളിസി ഫോളോഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് പിന്തുടരുന്ന എക്കണോമിക് പോളിസി അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങളാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനെ സ്വാധീനിക്കുന്നത്. സോ ഗവൺമെൻറ്റ്സ് എക്കണോമിക് പോളിസി ഈസ് ദ മെയിൻ തിങ് വിച്ച് ഗൈഡ്സ് ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, whereas an individual's expenditure is guided by many things like customs, then social status, then as well as habits of the private individuals. So that is another important dissimilarity between government's expenditure or government finance and private finance. Next dissimilarity is private finance is always a secret affair. അങ്ങനെയല്ലേ? പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു അഫെയർ ആയിരിക്കും, അല്ലേ? ഒരാൾ ഒരു കാര്യം വാങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുക അയാളത് വാങ്ങി എന്നുള്ളത്. പക്ഷേ അപ്പോൾ ഇൻഡിവിജ്വൽസ് ഡു നോട്ട് റിവീൽ ദെയർ ട്രാൻസാക്ഷൻസ് ടു എനിവൺ, അല്ലേ? ആരോടും അവരുടെ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പറയില്ല, എക്സെപ്റ്റ് ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒഴിച്ചു, അതായത് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്ന ഒഴിച്ച് വേറെ ഒരു കാര്യങ്ങളും അവർ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാറില്ല. അപ്പോൾ പക്ഷേ പബ്ലിക് ഫിനാൻസ് ഈസ് ആൻ ഓപ്പൺ അഫെയർ. പബ്ലിക് ഫിനാൻസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു തുറന്ന പുസ്തകമായിരിക്കും, അല്ലേ? കാരണം ഗവൺമെൻറ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഗവൺമെൻറ് ഇൻകം എക്സ്പെൻഡിച്ചറും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ഗവൺമെൻറ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞത്. ഗവൺമെൻറ് ബഡ്ജറ്റ് ഈസ് ഓൾവേസ് ഡിസ്കസ്ഡ് ഇൻ ദ പാർലമെൻറ്റ് ആസ് വെൽ ആസ് ഔട്ട്സൈഡ്സ്. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഗവൺമെൻറ് ബഡ്ജറ്റ് എപ്പോഴും പാർലമെൻറ്റിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പം പബ്ലിക് ഫിനാൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേക ഫീച്ചർ എന്ന് വെച്ചാൽ പബ്ലിക് അക്കൗണ്ടബിലിറ്റിയാണ്. അത് പൊതുജനങ്ങളോട് മറുപടി പറയേണ്ടതാണ്. ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ഗവൺമെൻറ് എന്ത് എക്സ്പെൻഡിച്ചർ നടത്തിയാലും അതൊക്കെ ഗവൺമെൻറ് ഈസ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. ഗവൺമെൻറ് ആരോട് ഉത്തരവാദിത്തമുള്ളവരാണ്? ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാണ്. ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അവർക്ക് ഗവൺമെൻറ്റിനോട് ജനങ്ങളോട് ഉത്തരവാദിത്തം ഉള്ള ഒരു കാര്യമാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. പക്ഷേ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കാര്യമില്ല. എൻ്റെ പണം ഞാൻ ചിലവഴിക്കുന്നു, എനിക്ക് ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല, ആരോടും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈസ് ഓൾവേസ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എപ്പോഴും ജനങ്ങളോട് അക്കൗണ്ടബിളാണ്, ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്.
പറയുന്നത്. അപ്പം പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എൻ ഓപ്പൺ അഫെയർ, വേറാസ് പ്രൈവറ്റ് ഫിനാൻസ് ഈസ് എ സീക്രട്ട് അഫെയർ. പ്രൈവറ്റ് ഫിനാൻസ് ഒരു സീക്രട്ട് അഫെയർ ആണ്. അതാണ് വേറൊരു ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽസ് ക്യാൻ പ്ലാൻ ടു പോസ്റ്റ്പോൺ ദെയർ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ. ഒരു ഇൻഡിവിജ്വലിന് ഹീ ക്യാൻ പോസ്റ്റ്പോൺ ഹിസ് എക്സ്പെൻഡിച്ചർ. അയാൾക്ക് അയാളുടെ എക്സ്പെൻഡിച്ചറിനെ മാറ്റി വെക്കും വേറൊരു ദിവസത്തേക്ക്. ഇന്ന് ഞാനൊരു കാര്യം വാങ്ങാൻ ഉദ്ദേശിച്ചു, പക്ഷേ ഐ ക്യാൻ പോസ്റ്റ്പോൺ മൈ എക്സ്പെൻഡിച്ചർ ഇൻ എനി ഫ്യൂച്ചർ ഡേറ്റ്. നമുക്കൊരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക്, ഒരു ഫ്യൂച്ചർ തീയതിയിലേക്ക് എനിക്ക് എൻ്റെ എക്സ്പെൻഡിച്ചർ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും, മാറ്റി വയ്ക്കാൻ കഴിയും. പക്ഷേ ഗവൺമെൻറ് cannot postpone its expenditure, its vital expenditures like defense, famine relief, etc. ഇപ്പോൾ ഡിഫൻസ് പോലെ അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന റിലീഫ്, ദുരിതാശ്വാസങ്ങൾ പോലെ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറൊന്നും ഗവൺമെൻറ് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയില്ല. അതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഫിൻലേ ഷിറാസ് പറയുന്നത് വെച്ചാൽ കമ്പൽസറി ക്യാരക്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് കമ്പൽസറി ഇൻ ക്യാരക്ടർ എന്നാണ് ഫിൻലേ ഷിറാസിൻ്റെ അഭിപ്രായം. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് കമ്പൽസറി ഇൻ ക്യാരക്ടർ. ഇറ്റ് ഷുഡ് ബി അണ്ടർടേക്കൺ അറ്റ് എനി കോസ്റ്റ്. എങ്ങനെയായാലും പബ്ലിക് എക്സ്പെൻഡിച്ചർ നടത്തിയേ പറ്റൂ. ആസ് എ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഇറ്റ് ക്യാൻ ബി പോസ്റ്റ്പോൺഡ്. നമുക്കതെന്ത് ചെയ്യാം, മാറ്റി നിർത്താം, കുറേ കാലത്തേക്ക് മാറ്റി വയ്ക്കാം. അതേസമയം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ അങ്ങനെ നമുക്ക് കഴിയില്ല. ഇറ്റ് ക്യാനോട്ട് ബി പോസ്റ്റ്പോൺഡ്. ഇറ്റ് ഷുഡ് ബി അണ്ടർടേക്കൺ ഓൺ എ വാർ ഫുട്ടിങ് ഓർ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും മിക്കവാറും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വൈറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ലൈക്ക് ഡിഫൻസ്, ഫാമിൻ റിലീഫ്, എറ്റ്സെട്ര. അതായത് വാറിൻ്റെ സമയത്തുള്ള അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടി നമ്മൾ പ്രതിരോധത്തിന് വേണ്ടി നീക്കിക്കുന്നത്, അതുപോലെ തന്നെ ദിസ് വൺ അല്ലെങ്കിൽ ഫാമിൻ റിലീഫ്, ഫ്ലഡ് റിലീഫ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്നതൊന്നും നമുക്ക് മാറ്റി വയ്ക്കാൻ കഴിയില്ല. ദേ ആർ ഇമ്മീഡിയറ്റ്ലി അണ്ടർടേക്കൺ. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഡിസിമിലാരിറ്റി ബിറ്റ്വീൻ പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ്. So these are the different similarities and dissimilarities between public finance and private finance. ഇപ്പോൾ ഇതൊരു ചെറിയ ടോപ്പിക്ക് എൻ്റെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനകത്തേക്ക് വേറെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഈ സ്ലൈഡിലേക്ക് ഇത് കഴിയുകയാണ്. പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേൾക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക.